BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബഹ്റൈനിൽ സിത്രയ്ക്ക് സമീപം ഷെയ്ഖ് ജാബർ അൽ സബ ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സിത്ര കോസ്വേയിലേക്ക് പോവുകയായിരുന്ന വാഹനങ്ങളിലൊന്നിന്റെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് എതിർപാതയിലേക്ക് മറിയുകയും മറുവശത്ത് നിന്ന് വന്ന വാഹനവുമായി കൂട്ടിയിടിക്കുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരെല്ലാം സ്വദേശികളാണെന്നും യുവാക്കളാണെന്നും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആംബുലൻസും ട്രാഫിക് പോലീസും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തി. അധികൃതർ സംഭവ സ്ഥലത്ത് നടപടിക്രമങ്ങൾ നടത്തിവരികയാണെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഖത്തർ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനി സ്വീകരിച്ചു. ബഹ്റൈനും ഖത്തറും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും അനുസ്മരിച്ച അമീർ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ അഭിവാദ്യങ്ങൾ മന്ത്രിയിൽ നിന്നും സ്വീകരിച്ചു. ബഹ്റൈൻ ഭരണാധികാരികൾക്ക് പ്രത്യഭിവാദ്യം അറിയിക്കുന്നതിന് ഖത്തർ അമീർ മന്ത്രി സയാനിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 33ാമത് അറബ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന ബഹ്റൈന് ഖത്തർ അമീർ അഭിവാദ്യങ്ങൾ നേരുകയും ചെയ്തു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനിയുമായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും തമ്മിൽ ദോഹയിൽ കൂടിക്കാഴ്ച നടന്നു. വിവിധ അറബ് GCC രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സന്ദർശനത്തിന്റെ ഭാഗമായാണ് മന്ത്രി ഖത്തറിലെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ശക്തമായി തുടരുന്നതായി വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്തു. GCC അറബ് ലീഗ് കൂട്ടായ്മകളിലൂടെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ചേർന്ന് നിൽക്കാനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യമാകുമെന്ന പ്രതീക്ഷയും ഇരുവരും പങ്കുവച്ചു. പലസ്തീൻ അടക്കമുള്ള മേഖലയിലെ വിവിധ വിഷയങ്ങളും ചർച്ചയായി. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യമാണെന്നും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിനും അവിടേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനും മേഖലാ സമാധാനം പ്രാപിക്കുന്നതിനും കൂടുതൽ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടെന്നും അഭിപ്രായമുയർന്നു. മെയ് 16 ബഹ്റൈനിൽ നടക്കുന്ന അറബ് ഉച്ചകോടി വിജയകരമാകട്ടെ എന്ന് ഷെയ്ഖ് മുഹമ്മദ് ആശംസിച്ചു. നിരോധന കാലയളവിൽ അനധികൃതമായി ചെമ്മീൻ വിറ്റതിന് 3 പേർക്ക് 10 ദിവസം വീതം തടവ് ശിക്ഷ വിധിച്ചു. 2 ബംഗ്ലാദേശികളും 1 പാകിസ്ഥാനിയുമാണ് പിടിയിലായത്. ഇവരെ തടവ് ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തും. കോസ്റ്റ് ഗാർഡാണ് ഈസ ടൗണിൽ ചെമ്മീൻ വിൽക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്തത്. എല്ലാ മീൻപിടുത്തക്കാരോടും നിയമങ്ങൾ പാലിക്കാനും രാജ്യത്തെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്ന രീതികൾ അവസാനിപ്പിക്കാനും അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂനമർദ്ദം മൂലം ഈ മാസം 30 മുതൽ മെയ് 4 വരെ മിന്നലോടുകൂടിയ മഴയ്ക്ക് ബഹ്റൈനിൽ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. അസ്ഥിരമായ കാലാവസ്ഥ കുറച്ചു ദിവസം നീണ്ടു നിൽക്കും. പൊതുജനങ്ങൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഈ മാസം ബഹ്റൈൻ അടുത്തിടെ സംഭവിച്ചിട്ടില്ലാത്ത കനത്ത മഴയും അസ്ഥിരമായ കാലാവസ്ഥയും നേരിട്ടിരുന്നു. 100 മില്ലിമീറ്ററിൽ കൂടുതലായിരുന്നു മഴ. വെള്ളക്കെട്ട് മൂലം നാശനഷ്ടവും സംഭവിച്ചു. ഹൂറത്താലിയിലെ കൃഷിയിടങ്ങൾ ഉത്തരമേഖലാ ഗവർണർ അലി ബിൻ അഷ്ലൈഖ് അബ്ദുൽ ഹുസൈൻ അൽ അസ്ഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. മഴ മൂലം കൃഷിയിടങ്ങളിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. പൊതുമരാമത്ത് മന്ത്രാലയം, മുനിസിപ്പൽ കാർഷിക മന്ത്രാലയം എന്നിവയുടെ പ്രതിനിധികളും ബഹ്റൈൻ കാർഷിക സൊസൈറ്റി ചെയർമാൻ ഹുസൈൻ ജഫർ എന്നിവരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാർഷിക മേഖലയിലുള്ളവരുമായും ചർച്ച നടത്തുകയും നാശനഷ്ടങ്ങൾ കണക്കാക്കുകയും ചെയ്തു. കാർഷിക മേഖലയുടെ വികസനത്തിനും വളർച്ചയ്ക്കും ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്ക് ഗവർണർ പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു. കാർഷിക വിളകൾ നശിച്ചവരിൽ നിന്നും ഫോറം പൂരിപ്പിച്ചു വാങ്ങുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സേവനങ്ങളെയും ഗവർണർ എടുത്തു പറഞ്ഞു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് മുഹമ്മദ് ജലാൽ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൽമാബാദിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. 300ഓളം തൊഴിലാളികൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. മെഡിക്കൽ ചെക്കപ്പും ഡോക്ടർമാരുടെ കൺസൾട്ടേഷനും നടന്നു. ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ഡോക്ടർ സന്തു, ഡോക്ടർ PV ചെറിയാൻ, ഡോക്ടർ ബീന മനോജ്, ഡോക്ടർ ബെൻറോയ് ബെൻഡൽ ഡെയ്സി എന്നിവർ ആരോഗ്യ പരിശോധന നടത്തി. അവരോടൊപ്പം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെയും അൽ ഹിലാൽ മെഡിക്കൽ സെന്ററിലെയും ജീവനക്കാരും സഹകരിച്ചു. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ ICRFന്റെ മെഡിക്കൽ അവബോധ ക്യാമ്പയിനുകളെക്കുറിച്ചും മറ്റും സേവനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ICRFന് കമ്പനി HC ഓഫീസർ രാജേഷും ക്യാബ് ഹെഡ് നിക്സണും നന്ദി പറഞ്ഞു.
പ്രവാസികൾക്ക് ഖുറാൻ പഠനത്തിന് അവസരമൊരുക്കി ICF നടത്തുന്ന സ്കൂൾ ഓഫ് ഖുറാൻ കോഴ്സിന്റെ സൽമാബാദ് സെൻട്രൽ തല രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഹീം സഖാഫിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിൽ ICF നാഷണൽ ദവാ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി അപേക്ഷാ ഫോറം സ്വീകരിച്ച ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എല്ലാ ചൊവ്വാഴ്ചകളിലുമായി സൽമാബാദ് സുന്നി സെന്ററിലാണ് ക്ലാസുകൾ നടക്കുന്നത്. ICF നാഷണൽ അഡ്മിൻ പ്രസിഡന്റ് അബ്ദുൾ സലാം മുസ്ലിയാർ കോട്ടക്കൽ, ഹാഷിം മുസ്ലിയാർ തിരുവനന്തപുരം, ഷഫീഖ് മുസ്ലിയാർ, ഷാജഹാൻ, റഹീം താനൂർ, അഷ്റഫ് കോട്ടക്കൽ, ഫൈസൽ ചെറുവണ്ണൂർ, അബ്ദുള്ള രണ്ടത്താണി, ഇസ്ഹാഖ് വല്ലപ്പാട്, അഷ്ഫാഖ് പണിയൂർ, അർഷദ് ഹാജി, അക്ബർ കോട്ടയം എന്നിവർ സംബന്ധിച്ചു. കയറ്റുമതി നിരോധിച്ചിട്ടും മഹാരാഷ്ട്രയിൽ നിന്ന് പ്രധാനമായും 6 അയൽരാജ്യങ്ങളിലേക്ക് 99,500 ടൺ ഉള്ളി കയറ്റുമതി അനുമതി നൽകിയതായി കേന്ദ്രം അറിയിച്ചു. മിഡിൽ ഈസ്റ്റിലെയും ചില യൂറോപ്യൻ രാജ്യങ്ങളിലെയും വിപണിയിലേക്ക് 2,000 ടൺ വെളുത്തുള്ളി കയറ്റുമതി ചെയ്യാനും അനുമതി നൽകി. ബംഗ്ലാദേശ്, UAE, ഭൂട്ടാൻ, ബഹ്റൈൻ, മൗറീഷ്, ശ്രീലങ്ക എന്നീ 6 അയൽരാജ്യങ്ങളിലേക്കാണ് ഉള്ളി കയറ്റുമതിക്ക് അനുമതി നൽകിയതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് 2023-24 വിളകൾ കുറഞ്ഞ പശ്ചാത്തലത്തിൽ മതിയായ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാനാണ് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ശക്തമായ ഡിമാൻഡ് നിലനിൽക്കുമ്പോഴായിരുന്നു നിരോധനം. പോളിംഗിൽ 5% കുറവ് വന്നെങ്കിലും 16 മുതൽ 18 സീറ്റുകളിൽ ജയിക്കാനാകുമെന്ന വിലയിരുത്തലിൽ UDF 6 സീറ്റിൽ ജയപ്രതീക്ഷ വെച്ചിരുന്ന ഇടതു മുന്നണിയാകട്ടെ പോളിംഗ് കുറഞ്ഞതോടെ അത് 10 വരെയായി ഉയർത്തി. തൃശൂരിലും തിരുവനന്തപുരത്തും പ്രതീക്ഷ പുലർത്തുന്ന BJP വോട്ട് ശതമാനം വൻതോതിൽ വർദ്ധിപ്പിക്കുമെന്നും അവകാശപ്പെടുന്നു. ബൂത്തുതല കണക്കെടുത്ത കൂട്ടിക്കിഴിക്കലുകളിലാണ് മുന്നണികൾ. പോളിംഗ് ഉയരുമെന്നാണ് പൊതുവെ കരുതിയിരുന്നതെങ്കിലും അതുണ്ടായില്ല. കുറഞ്ഞത് തങ്ങളുടെ വോട്ടല്ല എന്ന് പുറമെ പറയുമ്പോഴും ഉള്ളിലെല്ലാവർക്കും ആശങ്കയുണ്ട്. പോളിംഗ് കുറഞ്ഞാൽ ഇടതിന് അനുകൂലമാകുമെന്ന പഴയ ചൊല്ല് UDF തള്ളുന്നു. കോൺഗ്രസ് ആഭിമുഖ്യമുണ്ടായിരുന്നവരാണ് വോട്ട് ചെയ്തിരുന്നവരെന്നാണ് ഇടതുമുന്നണിയുടെ വാദം. ലഭ്യമായ കണക്ക് പ്രകാരം 2019 3.5 ലക്ഷത്തിലേറെ വോട്ട് കുറവാണ് ഇക്കുറി പോൾ ചെയ്തത്. അന്തിമ കണക്കിൽ മാറ്റം വന്നേക്കാം. വോട്ടർമാരുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ 16 ലക്ഷത്തോളം വർദ്ധിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പ്രതികരണമാണ് ഉണ്ടായതെന്ന് UDF നേതാക്കൾ പറയുന്നു. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. ഇത് തങ്ങൾക്ക് ഗുണമാകും. കേന്ദ്രത്തിൽ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിയുമെന്ന വിലയിരുത്തൽ വന്നു. ന്യൂനപക്ഷ മേഖലകളിൽ മികച്ച പോളിംഗ് നടന്നു. ആറ്റിങ്ങൽ, ആലത്തൂർ, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടന്നു. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണ വിജയം നേടാനാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷവും ലഭിക്കും. മൈ ക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴി തൃശൂർ ജില്ലയിൽ 5 കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. ചേറ്റുപുഴ കണ്ണപുരം സ്വദേശിയായ വെള്ളാട്ടുവീട്ടിൽ പ്രവീൺ മോഹൻ എന്നയാളെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. MST എന്ന ഓൺലൈൻ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനും പ്രൊമോട്ടറും നിയമോപദേശകരുമായിരുന്നു പ്രവീൺ മോഹൻ. കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. MCT മൊബൈൽ ആപ്ലിക്കേഷൻ ആളുകളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് 256 ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി നൽകാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം നേരിട്ട് സ്വീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത്. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് മെയ് 1 മുതൽ എറണാകുളം സൗത്ത് സ്റ്റേഷനിലെത്തില്ല. തൃപ്പൂണിത്തുറയിൽ നിന്ന് എറണാകുളം നോർത്ത് സ്റ്റേഷൻ വഴി ഷൊർണൂരിലേക്ക് പോകും. എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കിയാണ് യാത്ര. ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചുള്ള സർവീസിലും എറണാകുളം സൗത്ത് സ്റ്റേഷൻ എത്തില്ല. ഇതോടെ എറണാകുളം നോർത്ത് ഷൊർണൂർ റൂട്ടിൽ വേണാട് എക്സ്പ്രസ് നിലവിലെ സമയക്രമത്തെക്കാൾ 30 മിനിറ്റോളം കുറവ് വരും. തിരിച്ചുള്ള യാത്രയിൽ എറണാകുളം നോർത്ത് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്റ്റേഷനിലും 15 മിനിറ്റോളം നേരത്തെ എത്തും. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് ഗോകുലം ഗോപാലൻ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ വ്യാജ പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നഷ്ടപരിഹാരമായി 10 കോടി രൂപ നൽകണമെന്നാണ് ആവശ്യം. അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. പണം നൽകി തന്നെ സ്വാധീനിക്കാൻ കോടീശ്വരനായ ചാനൽ ഉടമ ശ്രമിച്ചെന്നും ഉടമയുടെ ഏജന്റ് എത്തി ഭീഷണിപ്പെടുത്തിയതായും ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഏപ്രിൽ 25 ആലപ്പുഴയിൽ വെച്ച് നടത്തിയ മറ്റൊരു പത്രസമ്മേളനത്തിൽ ഗോകുലൻ ഗോപാലൻ ചിട്ടിയും ബിസിനസ്സും നടത്തി ധാരാളം ആളുകളുടെ പണവും ഭൂമിയും തട്ടിയെന്നും ശോഭ ആരോപിച്ചു. ED അന്വേഷണം നടത്തിവരുന്ന കരിമണൽ ഇടപാടിലെ കരാറ് കമ്പനിയായ CMRL ഉടമ ശശിധരൻ കർത്തയുടെ സുഹൃത്താണ് ഗോകുലം ഗോപാലൻ എന്നും ശോഭ പറഞ്ഞിരുന്നു. എന്നാൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കള്ളമാണെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. നേരത്തെ ആലപ്പുഴയിൽ നടത്തിയ മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ ആലപ്പുഴയിലെ തന്റെ വിജയമില്ലാതാക്കാൻ വ്യാജ വാർത്തകളിലൂടെ ശ്രമിക്കുകയാണെന്നും ശോഭ ആരോപിച്ചിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.